നമസ്കാരം. മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് എനർജി എന്താണ്, ഇപ്പോഴുള്ള കറണ്ട് എനർജി എന്താണെന്ന് നോക്കാം. പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിൻ്റെ കറണ്ട് എനർജി എന്താണ്? ഓക്കെ, ഇവിടുത്തെ നിങ്ങളുടെ കറണ്ട് എനർജിയെ കാണിക്കുന്നത് സ്ട്രെങ്തിൻ്റെ കാർഡ് വന്നിരിക്കുന്നു, നൈറ്റ് ഓഫ് കപ്പ്, പേജ് ഓഫ് വാണ്ട് ഇവിടെ കാണിക്കുന്നു. അതുപോലെ തന്നെ ഓവറോൾ എനർജി വന്നിരിക്കുന്നത് ജസ്റ്റിസിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് നീതി ലഭിക്കേണ്ടതിനായിട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതായി കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എനർജി. നീതി ലഭിക്കണം. നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങൾക്ക് നിങ്ങളെ ആരെങ്കിലും ഒഴിവാക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ വേദനിപ്പിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്തിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും നിങ്ങൾക്ക് സ്ട്രെങ്ത് വരണം. നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കണം, നിങ്ങൾക്ക് മുന്നോട്ട് പോകണം. ഓക്കെ, മുന്നോട്ട് പോയി നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പം മനോധൈര്യം, ചില വ്യക്തികൾ മനോധൈര്യം വന്നുകൊണ്ടിരിക്കുന്നു, മറ്റു ചില വ്യക്തികൾക്ക് അത് സ്ട്രെങ്ത് എടുത്തു കഴിഞ്ഞു. ഏതോ ഒരു സിറ്റുവേഷൻ, അത് റിലേഷനെ തകർന്നിരിക്കുന്ന റിലേഷൻഷിപ്പിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതാകാം, സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുന്നതാകാം, ജോലി സംബന്ധമായിട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതാകാം. എന്ത് തന്നെയാണെങ്കിലും സ്ട്രെങ്തിനെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ജസ്റ്റിസ്, നിങ്ങൾക്ക് ന്യായത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയെ ഇവിടെ കാണിക്കുന്നു. നിങ്ങൾ ഭയക്കുന്നതായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ചലഞ്ച് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്? പ്ലീസ് കിഡ് മീ മദർ യൂണിവേഴ്സ്. മണി പ്രോബ്ലംസ് ആണ്, റിലേഷൻഷിപ്പ് പ്രോബ്ലംസ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജപ്തി പോലുള്ള കാര്യങ്ങൾ, ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇത് നിങ്ങളിപ്പോൾ നല്ല രീതിയിൽ ഫേസ് ചെയ്യുന്നതായി കാണുന്നു. ജീവിതത്തിൽ പലതും ബാലൻസ് ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, ഒരു സമയത്ത് നിങ്ങൾക്ക് രോഗത്താൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള വ്യക്തികൾക്കും രോഗത്താൽ പ്രശ്നം വരുന്ന സമയത്ത് നിങ്ങളാണ് സാമ്പത്തികം ചിലവാക്കേണ്ടതെങ്കിൽ നിങ്ങൾ അതിൽ സ്ട്രഗിൾ ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നു, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ സ്ട്രഗിൾ ചെയ്യുന്നു. റിലേഷൻഷിപ്പ് ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരാളിനെ അവരുടെ പിറകെ നടന്ന് അവരോട് എന്തൊക്കെ യാചിക്കുന്നത് പോലെ സമയം തരിക, എന്നെ ഒന്ന് നോക്കുക, എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾ മറ്റൊരു വ്യക്തിയെ ചേസ് ചെയ്യുന്നു. ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ചേസ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതുപോലെ തന്നെ രോഗത്താൽ വലഞ്ഞിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അത്രത്തോളം കഠിനമായിട്ടുള്ള യാത്രകളിൽ കൂടി മുന്നോട്ട് പോകുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. കൂടുതലായിട്ടും ഇവിടെ ജോലി സംബന്ധമായും സാമ്പത്തികപരമായിട്ടുമാണ് നിങ്ങൾ ഈ സ്ട്രഗിൾ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങളുടെ എനർജിയെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പ്രപഞ്ചത്തിൽ നിന്നും എന്ത് ബ്ലെസ്സിങ് ആണ് എൻ്റെ വ്യൂസിനെ തേടി വരുന്നതെന്ന് നോക്കാം. എന്ത് ബ്ലെസ്സിങ് ആണ് എൻ്റെ വ്യൂസിനെ തേടി വരുന്നത്? ഓക്കെ, റീബർത്താണ് വരുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങൾക്ക് എൻഡിങ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നല്ല പെയിൻ തന്നിട്ടുണ്ട് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ആ വേദനയെ സഹിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അതിജീവിക്കുകയായിട്ട് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇപ്പം പല വ്യക്തികളും ജീവനോട് ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ അത്രത്തോളം വേദന ഇവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, കാർഡ് വന്നിരിക്കുന്നത് ഡെത്തിൻ്റെ കാർഡാണ്. അത്രത്തോളം പെയിൻഫുൾ സിറ്റുവേഷനിൽ എൻഡിങ് സംഭവിച്ചതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നതായിട്ട് കാണാം അല്ലേ. രണ്ട് തൂണുകൾക്കിടയിലൂടെ ഇങ്ങനെ പൊങ്ങി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കറുത്ത മലകൾക്കിടയിലൂടെയാണ് അത് പൊങ്ങി വരുന്നത്. നിങ്ങളുടെ സ്ട്രഗിളിന് മധ്യത്തിലൂടെ നിങ്ങൾക്ക് ഒരു ന്യൂ ബിഗിനിങ് വരുന്ന എനർജി എന്ന് വെച്ചാൽ ബ്ലെസ്സിങ് വരികയാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് ആണ്. നിങ്ങൾ ഇത്രയും നാൾ അനുഭവിച്ച പെയിൻ ഇവിടെ എൻഡ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ അതിൽ നിന്നും നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്, നിങ്ങൾക്ക് വിജയം വരികയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനോധൈര്യം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞ വ്യക്തികളെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മളെ ചീറ്റ് ചെയ്ത വ്യക്തികളെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, രണ്ട് വ്യക്തികളെ തങ്ങളിൽ
തെറ്റിച്ചുകൊണ്ട് ചില വ്യക്തികൾ ഇവിടെ നിൽക്കുന്നുണ്ട്, പറ്റിക്കപ്പെടുകയാണ്. ഓക്കെ, ആ ഒരു സ്ഥാനത്ത് നിന്നും നിങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പ് വരുന്നു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി പുതിയ വഴികൾ ഇവിടെ ഓപ്പൺ ആകുകയാണ്. നിങ്ങൾ മനോധൈര്യത്തോടു കൂടി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിൻ്റെ ഒരു പുഷിങ് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അതുകൊണ്ടാകാം നിങ്ങൾക്ക് ഇത്രത്തോളം വേദന അനുഭവിക്കുന്നത്. ഇത്ര യൂണിവേഴ്സ് നിങ്ങൾക്ക് മറ്റൊരു വഴി എടുത്തു തന്നിരുന്നാലും അല്ലെങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്നിരുന്നാലും ശരി തന്നെ, നിങ്ങൾക്ക് ആ ഒരു യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്ങിലേക്ക് പോകാൻ നിങ്ങൾക്ക് മനസ്സ് കാണില്ല. കാരണം നിങ്ങളെ ഇവിടെ മറ്റെന്തോ ഒരു കാര്യം ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ചില വ്യക്തികളോടുള്ള സ്നേഹമായിരിക്കാം, ആ വ്യക്തി ഇല്ലാണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. ചില വ്യക്തികൾക്കൊക്കെ ആണെങ്കിൽ ഗൾഫിലൊക്കെ ചാൻസസ് കിട്ടിയിട്ടും റിലേഷൻഷിപ്പ് കാരണം അവരെ വിട്ടു പോകേണ്ടി വരുമല്ലോ എന്ന് മനസ്സിൽ സങ്കടം തോന്നിയിട്ടും ആ യൂണിവേഴ്സ് നൽകുന്ന ആ ഒരു ബ്ലെസ്സിങ്ങിനെ വേണ്ടാന്ന് വെക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ജീവിതത്തിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ലോങ് ടൈം കാണുമെന്ന് നമുക്കറിയില്ല. പക്ഷേ യൂണിവേഴ്സിനറിയാം ഇത് എത്ര നാളായിരിക്കും നമ്മുടെ കൂടെ കാണുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ചീറ്റിംഗ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ യൂണിവേഴ്സിന് അതറിയാം. പക്ഷേ അതുകൊണ്ട് തന്നെ നമുക്ക് ചില പെയിൻ സിറ്റുവേഷനിലൂടെ നമുക്ക് നമ്മുടെ റൂട്ടിനെ മറ്റൊരു ദിശയിലേക്ക് യൂണിവേഴ്സ് പറഞ്ഞു വിടും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചില വ്യക്തികൾക്ക് ബ്ലെസ്സിങ് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പെയിൻ സിറ്റുവേഷനാണ് ഇവിടെ അനുഭവിക്കുന്നതെന്ന്. എന്നാൽ യൂണിവേഴ്സ് നിങ്ങളെ മറ്റൊരു വേയിലൂടെ കൊണ്ടുപോകുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പെയിൻ നിങ്ങൾക്ക് ചില വ്യക്തികൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു വെയിറ്റിംഗ് എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, നമ്മൾ കർഷകർ എങ്ങനെയാണ് വിത്തുകളെല്ലാം വിതച്ചതിന് ശേഷം അതിനാവശ്യമായിട്ടുള്ള വെള്ളവും വളവും എല്ലാം കൊടുത്ത് സൂര്യപ്രകാശവും എല്ലാം കൊടുത്ത് മഴ വരുന്ന സമയത്ത് ആ അധികമുള്ള വെള്ളത്തെ നമ്മൾ ഒഴുക്കി വിട്ടും വെള്ളമില്ലാത്ത സമയത്ത് ആവശ്യമായ വെള്ളത്തിൽ നനച്ചു കൊടുത്തും ഒക്കെ ഒരുപാട് അധ്വാനിച്ച് നമ്മൾ ആ ഒരു വൃക്ഷത്തിൻ്റെ ഫലത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ആ പ്രവർത്തനത്തിൻ്റെ ഫലത്തിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു കർഷകനെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആ ഒരു കർഷകൻ്റെ അവസ്ഥയിലാണ് നിങ്ങൾ. ഇത്രയും നാൾ നിങ്ങൾ അധ്വാനിച്ചു. ഓക്കെ, നിങ്ങൾ മാനസികമായും ശാരീരികമായും ഒക്കെ അധ്വാനിച്ചിട്ട് നിൽക്കുന്ന വ്യക്തിയാണ്, കരഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്ന വ്യക്തിയാണ്. ഓക്കെ, അങ്ങനെ പ്രാർത്ഥിച്ച വ്യക്തികളിലെല്ലാം യൂണിവേഴ്സ് ഒരു ബ്ലെസ്സിങ് കൊണ്ടുവരാൻ പോകുന്നു. നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നതായിട്ടുള്ള എല്ലാ കർമ്മത്തിൻ്റെയും ഫലം നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് ഇവിടെ പറയുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വിതച്ച വിത്ത് എന്താണെന്ന് കൂടി നോക്കുക. ഓക്കെ, നമ്മൾ എന്തെങ്കിലും നെഗറ്റീവ് വിത്തുകളാണ് വിതച്ചതെങ്കിൽ, വിത്തെന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, വാക്കുകളാണ് ഉദ്ദേശിക്കുന്നത്, പ്രവർത്തനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ആ വാക്കുകളോ പ്രവർത്തനങ്ങളോ നെഗറ്റീവായിട്ട് യൂണിവേഴ്സിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. ഓക്കെ, ക്യാൻസൽ പറയുക. എൻ്റെ വായിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം പോയിട്ടുണ്ട്, ക്യാൻസൽ, ഒരിക്കലും അങ്ങനെ എൻ്റെ ലൈഫിൽ ഉണ്ടാകരുത്, ക്യാൻസൽ എന്ന് പറഞ്ഞ് ക്യാൻസൽ ചെയ്യുക. ഓക്കെ, നമുക്ക് നല്ല ഫലത്തിൻ്റെ വിത്തുകൾ നമുക്ക് സ്വീകരിക്കാം. അതിനുള്ള തയ്യാറെടുപ്പിലാണ് യൂണിവേഴ്സ് നിൽക്കുന്നത്. ഓക്കെ, ആ ഒരു ബ്ലെസ്സിങ് നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, ഇതൊരു കർമ്മ കാർഡ് കൂടിയാണ്. ഓക്കെ, നമ്മളായിട്ട് ചെയ്ത എന്ത് ഫലമാണോ, നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്ത പ്രവർത്തനത്തിൻ്റെ ഫലം. ഓക്കെ, അപ്പം അതാണ് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ബ്ലെസ്സിങ് ആയിട്ട് കാണുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എന്ത് ഗൈഡൻസ് ആണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നതെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, എൻ്റെ വ്യൂസിന് നൽകുന്ന ഗൈഡൻസ് എന്താണ്? ഓക്കെ, ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹാങ്ഡ് മാൻ ആണ്. അത് കഴിഞ്ഞ് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്പ്, ഏസ് ഓഫ് സോഡ്. ഓക്കെ, ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്നും നിങ്ങൾക്ക് ഓഫർ വരും. ഓക്കെ, യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് നിന്നും നമുക്ക് ഓഫറുകൾ ഇങ്ങനെ വരും. ഓക്കെ, പക്ഷെ അത് എപ്പോഴും അവിടെ കാണില്ല. ഓക്കെ, ഇതൊരു മേഘമാണ്. ആ മേഘം എന്ന് പറയുന്നത് സ്ഥിരമായിട്ട് അവിടെ നിൽക്കുന്ന ഒന്നല്ല. അതിന് ഒരു സമയം കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അതങ്ങ് മാഞ്ഞു പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് യൂണിവേഴ്സൽ ബ്ലെസ്സിങ്ങും. ആ തരുന്ന സമയത്ത് നമ്മളത് സ്വീകരിക്കുകയും അതെടുത്ത് പ്രവർത്തിക്കുകയും ചെയ്യുമെങ്കിൽ മാത്രമായിരിക്കും നമ്മളിലേക്ക് പല കാര്യങ്ങളും കടന്നു വരുന്നത്. ഓക്കെ,
ന്യൂ ബിഗിനിങ്ങിനുള്ള ഒരു ഓഫർ നമ്മളിലേക്ക് വരുന്നുണ്ട്. അബൻഡൻസിൻ്റെ ഓഫർ വരുന്നുണ്ട്. നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത എന്താണോ അതിനുള്ള ഓഫറുകൾ വരുന്നുണ്ട്. പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി എത്തുന്നുണ്ട്. ഓക്കെ, ഹാങ്ഡായി നിൽക്കാൻ പാടില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. സ്റ്റക്കായി നിൽക്കരുത്. നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയത്തിൽ സ്റ്റക്കായി നിൽക്കുന്നുവെങ്കിൽ ഓക്കെ, എൻ്റെ പേഴ്സൺ തിരിച്ചു വരും, എനിക്കിപ്പം മറ്റൊരു റിലേഷനിലോട്ട് കടന്നു പോകാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ യൂണിവേഴ്സ് തരുന്ന ബ്ലെസ്സിങ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുകയില്ല. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു ജോലി, ആ ജോലിയിൽ തന്നെ നിങ്ങൾക്ക് കയറണം എന്ന് പറഞ്ഞ് സ്റ്റക്കായിട്ട് നിൽക്കുകയാണെങ്കിൽ മറ്റൊരു ഓപ്പർച്യൂണിറ്റീസ് വന്നിരുന്നാലും നിങ്ങൾ അതിലേക്ക് നോക്കുന്നില്ല. അവിടെ ദൂരം കൂടുതൽ, അവിടെ അങ്ങനെ ശരിയാവത്തില്ല, ഇവിടെ ഇങ്ങനെ ശരിയാവത്തില്ല എന്നുള്ള നമുക്ക് താല്പര്യമില്ലാതെ വരുന്ന സമയത്താണ് നമ്മൾ അതിൻ്റെ കുറ്റങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നത്, അല്ലേ? നമുക്ക് ഒരാളിനോട് എപ്പോഴാണോ ഇഷ്ടക്കേട് തോന്നി തുടങ്ങുന്നത് ആ സമയം മുതൽ നമ്മൾ അവരുടെ നെഗറ്റീവ് അല്ലാണ്ട് ഒരു പോസിറ്റീവ് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് വേറൊരാളിനോട് ഇഷ്ടവും മറ്റൊരാളിനോടും താല്പര്യക്കുറവും വരുന്ന സമയത്ത് നമുക്ക് എന്തും അവിടെ സ്റ്റക്നെസ്സാണ് വരുന്നത്. മറ്റേനെ നമ്മൾ ത്യജിച്ച് കളയുന്നതിന് വേണ്ടി കാര്യകാരണങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കും. അത് കാരണം നമ്മൾ സ്റ്റക്കായി പോകും. നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ലഭിക്കത്തുമില്ല, എന്നാൽ യൂണിവേഴ്സ് ഓഫർ തരുന്നത് നമുക്ക് കിട്ടാനും പോകുന്നില്ല. ആ ഒരു സിറ്റുവേഷനിലേക്ക് ആയി പോകരുതെന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, മാത്രമല്ല നമ്മൾ ഹാപ്പി ആയിരിക്കുക, നമ്മൾ സന്തോഷത്തോടു കൂടി ഇരിക്കുക മാത്രമല്ല, ഈ രണ്ട് വ്യക്തികൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ അതിനോട് ഗ്രാറ്റിറ്റ്യൂഡ് കൂടി പറയണം, നമുക്ക് ലഭിച്ച നന്മകൾക്കായിട്ട്. ഓക്കെ, വീട് കിട്ടിയിട്ടുണ്ടെങ്കിൽ വീടിന് നന്ദി പറയുക. അപ്പോൾ പറയൂ, എനിക്ക് വീടൊന്നുമില്ല, എനിക്ക് വാടക വീടാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷെ അത് നമ്മൾ ദൈവത്തോട് കാണിക്കുന്ന നന്ദികേടാണ്. ഓക്കെ, കാരണം വാടക വീട് പോലും ഇല്ലാതെ പല സ്ഥലങ്ങളിലും ആൾക്കാർ ജീവിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങ് നോർത്ത് സൈഡിലൊക്കെ പോവുകയാണെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ സൈഡിലൊക്കെ തുണികളിലൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് നല്ലൊരു ജോലി, ആ ജോലിയിൽ കിട്ടുന്ന വരുമാനം, ആ വരുമാനത്തിൽ നല്ല കെട്ടുറപ്പുള്ള ഒരു വാടക വീടെങ്കിലും യൂണിവേഴ്സ് എനിക്ക് തന്നിരിക്കുന്നു. ഓക്കെ, അതിൽ നമ്മൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്വന്തമായ ഒരു വീട് വരും. ദൈവമേ, ഞാൻ ഇത്രയും നാളെ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണല്ലോ, എനിക്ക് വാടക വീട് മാത്രമാണല്ലോ തരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തോന്നും. ഓക്കെ, ആരുടെയും തെറ്റുകുറ്റങ്ങളല്ല, നമുക്ക് എപ്പോഴും നമ്മൾ പരാതിക്കാരാണ്. ഓക്കെ, നമ്മൾ നമ്മളെ കഴിയും മുകളിലുള്ളവരിലേക്ക് നോക്കുന്നത് കൊണ്ട് നമ്മളെപ്പോഴും പരാതിക്കാർ തന്നെയാണ്. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം ഈ ജീവിതമെങ്കിലും എനിക്ക് ലഭിക്കുന്നല്ലോ, എന്നോടൊപ്പം എന്നെ ഒന്ന് കേൾക്കാൻ ഒരു വ്യക്തിയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുമ്പോഴത്തേക്ക് യൂണിവേഴ്സ് ബാക്കിയുള്ളത് കൂടി പിറകെ തന്നോളും. ഓക്കെ, അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുക. പ്രപഞ്ചത്തിൽ എപ്പോഴും യൂണിവേഴ്സ് പറയുന്നത് അതാണ്, നിങ്ങളിൽ ഉള്ളവർക്ക് അധികം കൊടുക്കും, ഇല്ലാത്തവർക്കോ ഉള്ളത് കൂടി നഷ്ടപ്പെടും. എന്തുള്ളവർക്കാണ് അധികം കൊടുക്കുന്നത്? നന്ദി ഉള്ളവർക്ക് വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കും. എന്നാൽ നന്ദി ഇല്ലാത്തവർക്കോ അതുകൂടി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുന്നെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഗ്രാറ്റിറ്റ്യൂഡ് കറക്റ്റായിട്ട് അവിടെ എത്തുന്നില്ല. ഓക്കെ, നമുക്ക് എവിടെയൊക്കെ മിസ്റ്റേക്ക് സംഭവിക്കുന്നു എന്ന് ചിന്തിച്ച് നമ്മുടെ വഴി ഒന്ന് ക്ലിയർ ആക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും റീഡിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു റബ്ബർ മരത്തിലെ ടാപ്പിങ് പോലെയാണ്. ഓക്കെ, കറക്റ്റ് അതിൻ്റെ ആ ഒരു സൈഡിൽ ഇങ്ങനെ എന്തൊക്കെ വെച്ച് ഇങ്ങനെ ചെത്തി കൊടുക്കത്തില്ലേ, അങ്ങനെ ചെത്തി കൊടുത്തെങ്കിൽ മാത്രമേ കറക്റ്റ് ആ പാലൊഴുകി ആ ഒരു ഒരു സാധനം വെച്ചിട്ടുണ്ട് അതിലേക്ക് വന്ന് വീഴുകയുള്ളൂ. അഥവാ നമ്മളത് അവിടെ വൃത്തിയാക്കുന്നില്ല എങ്കിൽ യൂണിവേഴ്സിൻ്റെ അടുത്തുനിന്ന് വരുന്ന ആ ഒരു പാൽക്കറ പകുതി വരുമ്പോഴത്തേക്ക് അത് മറ്റേതോ വഴിയിൽ കൂടി അങ്ങ് സൈഡിലൂടെ അങ്ങ് പൊയ്ക്കളയും. ഓക്കെ, അപ്പോൾ പഴയ കാര്യങ്ങളും പഴയ ഉണങ്ങിയ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ ചിരണ്ടി മാറ്റി ആ വഴിയൊന്ന് ക്ലീനാക്കി കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അനുഗ്രഹം വന്നു ചേരും. പിന്നെ നമുക്ക് വെറുതെ ഇരുന്നിട്ട് നമുക്ക് അനുഗ്രഹങ്ങൾ കിട്ടില്ല. ഞാനിപ്പം ഒരു വചനമാണ് പറയുന്നത്, അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. 5 അപ്പവും 2 മീനും കൊണ്ട് 5000 പേരെ ആഹാരം കൊടുത്തു എന്ന് നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. അപ്പം അവിടെ ചോദിക്കുന്നത് എന്താണ്? ഞാൻ നിനക്ക് തരാമെന്നല്ല പറയുന്നത്, നിങ്ങളിൽ എന്തുണ്ട്
അത് കൊണ്ടുവരാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം അവിടെ ഉള്ളതിൽ നമ്മുടെ കയ്യിൽ നമ്മൾ അധ്വാനിച്ച കാര്യത്തിൽ എന്താണുള്ളത് ഫസ്റ്റ് ചോദിക്കുന്നത്. നമ്മൾ ഇതിനു വേണ്ടി എന്തെങ്കിലും അധ്വാനിച്ചിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും വേണ്ടി തയ്യാറാകുന്നുണ്ടോ? ആ തയ്യാറാകുന്ന കാര്യം എടുത്ത് വെച്ചിട്ടാണ് ഉയർത്തി വാഴ്ത്തിയപ്പോഴാണ് അത് കവിഞ്ഞൊഴുകിയത് അല്ലേ. 12 പേർക്ക് കൂടി കൊടുക്കുന്നതിന് അധികം വന്നത് കുട്ടകളിലാണ് അധികം വന്നത് അല്ലേ. അപ്പം നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്തിട്ട് വരുന്ന ആ ഒരു പൈസ കയ്യിൽ വാങ്ങിച്ച് വീട്ടിൽ വന്നിട്ട് ഉടനെ കൊടുക്കാനുള്ളവർക്കെല്ലാം അങ്ങ് ദൈവമേ കൊടുക്കാനുള്ളവർക്ക് മുഴുവൻ ഇതങ്ങ് കൊടുത്ത് തീർന്നാൽ മതിയായിരുന്നു എന്നായിരിക്കും പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ ജോലി ചെയ്ത് നേരം വെളുത്ത് ഇരുട്ടുന്നവരെ ജോലി ചെയ്തിട്ട് നിങ്ങൾ ആ പൈസയുമായിട്ട് വരുന്നു, അത് മുഴുവൻ അങ്ങ് കൊടുത്ത് തീർക്കും. പിന്നെ നിങ്ങൾക്കൊന്നുമില്ല, പിന്നെ ആരുടെങ്കിലും വാങ്ങേണ്ടി വരും. നമ്മൾ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. ദൈവമേ, ഈ പണം എന്നിലേക്ക് വന്നതിന് ഞാൻ നന്ദി പറയുന്നു. ഐ ലവ് യു. ഞാൻ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളാൽ പണത്തെയോ ദൈവത്തെയോ വേദനിപ്പിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ ജോലി ചെയ്യുന്ന സിറ്റുവേഷനിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണമേ, എന്നിലേക്ക് അനുഗ്രഹം നൽകണമേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ ലവ് യു മണി, ഐ ലവ് യു എന്ന് നിങ്ങൾ ആ പൈസ വാങ്ങിച്ച് ഒരു 5 മിനിറ്റെങ്കിലും അതിനെ ഒന്ന് സ്നേഹിച്ചിട്ട് നിങ്ങൾക്ക് കൊടുക്കാനുള്ളവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഓക്കെ, കൊടുക്കുന്നത് സന്തോഷത്തോടു കൂടി കൊടുക്കും. അയ്യോ പോയി എന്നും പറഞ്ഞുകൊണ്ട് കൊടുക്കരുത്. ഓക്കെ, കൊടുക്കുന്നതും സന്തോഷത്തോടു കൂടി കൊടുക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് അവർ തന്നതാണ്. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോഴും അത് സന്തോഷത്തോടു കൂടി കൊടുക്കുക, കരഞ്ഞു പിടിച്ച് കൊടുക്കാൻ പാടില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡായി തീരുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. നമ്മുടെ മാനസികമായിട്ടുള്ള ചിന്തകളെ അത് സ്ട്രെങ്ത് കൊണ്ടുവരിക, അതിന് ക്ലാരിറ്റി കൊണ്ടുവരിക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, അത് പ്രപഞ്ചത്തിൽ നിന്നുമുള്ള നല്ല കാര്യങ്ങളെ നമുക്ക് ഇവിടെ ഒരു ക്ലൗഡിനെ കാണാൻ സാധിക്കും അല്ലേ. ആ ക്ലൗഡ് എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് വരുന്ന ആ ഒരു ഹാൻഡാണ്. ഓക്കെ, ആ ഹാൻഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദൈവത്തിൽ ഒരു വിശ്വാസം അർപ്പിക്കുക. അത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തും നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമുക്കൊരു സക്സസ് വേണമെങ്കിൽ നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആയിരിക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വാളാണെങ്കിൽ, ഇപ്പം നമ്മൾ വാൾ പിടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മളെ മുറിവേൽപ്പിക്കും അല്ലേ. പക്ഷേ നമ്മൾ സ്ട്രോങ് ആയിട്ട് അതിനെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആയിട്ട് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നമ്മുടെ എതിരെ വരുന്ന എന്തിനേയും വെട്ടി വീഴ്ത്തുവാൻ നമുക്ക് സാധിക്കും. അത് നമ്മുടെ മാനസികാവസ്ഥയാണ്. ചഞ്ചലപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മാനസികാവസ്ഥയെ നമ്മളെ മുറിവേൽപ്പിക്കാനും നമുക്ക് വേദന ഉണ്ടാക്കുവാനും സാധിക്കും. പക്ഷേ സ്ട്രോങ് ആയിട്ട് പിടിച്ചുകൊണ്ട്, നമ്മുടെ മനോബലത്തെയാണ് ഇവിടെ പറയുന്നത്, സ്ട്രോങ് ആയിട്ട് വിശ്വാസത്തോട് പിടിച്ചുകൊണ്ട് നമ്മൾ വെട്ടുകയാണെങ്കിൽ നമ്മളുടെ മുന്നിലുള്ള എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും നമുക്ക് മാറ്റി മുന്നോട്ട് പോകാൻ സാധിക്കും. ഓക്കെ, അതാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. മനസ്സിന് സ്ട്രെങ്ത് കൊടുക്കുക, നമ്മുടെ മുന്നോട്ടുള്ള ചില കാര്യങ്ങൾ, നമ്മുടെ മനസ്സിനെ തകർക്കുന്നതായിട്ടുള്ള ചില കാര്യങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കുക എന്ന് യൂണിവേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നതായിട്ടുള്ള ഗൈഡൻസ്. ഓക്കെ, നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.